ഞങ്ങൾ താര ഹില്ലിൽ എത്തിയിരിക്കുകയാണ്. താര ഹിൽ ഒരു ചെറിയ മലയാണ്. അയർലൻഡിന്റെ ഒരു ചെറിയ ചിത്രമാണ് ഈ കാണുന്നത്. അതെ, ഇത് സമ്മറാണ്. സമ്മർ ആണെങ്കിലും 3 ലെയർ ഡ്രസ് ഇട്ടിരിക്കുകയാണ്. സമ്മറിലും കൂടി വന്നാൽ ഒരു 16 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ആളുകൾ വരുന്ന അയർലൻഡിലെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്സ്കേപ്പാണ് ഇത്. അനേകർ കടന്നു വരുന്ന ഒരു ചെറിയ മല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കൗണ്ടി അത് നന്നായിട്ട് കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മലയാണ്. സത്യത്തിൽ ഇതിന് പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു കല്ലാണ്. അങ്ങനെ നോക്കുമ്പോൾ എത്ര 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 തരത്തിലുള്ള പൗരാണിക കാര്യങ്ങൾ, അതുപോലെ തന്നെ കൾച്ചറുമായി ബന്ധപ്പെട്ടത് കാണേണ്ട എത്രയെത്ര സ്ഥലങ്ങളാണ് ഭാരതത്തിലുള്ളത്. പലപ്പോഴും അതൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുവാൻ കഴിയുന്നില്ല എന്നൊരു കാര്യം. ഈ സംസാരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ഒരു പള്ളിയാണ്. ഒരു പള്ളി തീർച്ചയായിട്ടും ആളുകൾ ആരാധനയ്ക്ക് വേണ്ടി എത്തിയിരുന്ന ഒരു സ്ഥലം. ഞങ്ങളുടെ സുഹൃത്ത് നൈജു ബ്രദർ, അതുപോലെ ഡോക്ടർ എബി ഐസക് സാറ്, അവര് നമ്മളെ ക്ഷണിച്ച് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. ഈ പള്ളി ഇവിടെ ആരാധന നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നടക്കുന്നില്ല. നൈജു സഹോദരൻ പറയുകയായിരുന്നു, അനേക പള്ളികൾ UK-യിലും അയർലൻഡിലും വിൽക്കാനിൽ ഇട്ടിരിക്കുകയാണ്. ആരാധനയ്ക്ക് ആളുകളില്ല. എന്താണ് അതിന്റെ കാരണം? ഇവിടെ ആളുകൾ കുറഞ്ഞു പോയതാണോ? അല്ല. ഒരിക്കൽ ആരാധനയ്ക്ക് എത്തിയിരുന്നവർ അവരുടെ മക്കൾ ഇന്ന് ആരാധനയ്ക്ക് എത്തുന്നില്ല. ദുഃഖകരമായൊരു കാര്യം, വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നവർ വളരെ വളരെ കുറവാണ്. 10-25 വർഷങ്ങൾ വരെ, ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ 10-20 വർഷങ്ങൾ പാർട്ട്നേഴ്സായി ജീവിക്കുന്നു. എന്നാൽ ഒരു വിവാഹത്തിലേക്ക് അവർ എത്തുന്നില്ല. അങ്ങനെ ഒരിക്കൽ ദൈവികമായ ചിന്തകളും ആരാധനകളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് അതില്ല. ഇന്ന് ഇവിടെ കാണുന്നത് ഈ സെമിട്രിയാണ്. ജീവനുള്ള മനുഷ്യർ ഈ ആരാധനാലയത്തിൽ എത്തുന്നില്ല. മരിച്ച മനുഷ്യരുടെ ശവകുടീരങ്ങൾ മാത്രം. മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ ആരാധനാലയങ്ങൾ ഇങ്ങനെയൊക്കെ ആകുവാൻ ഇല്ല. അതിന് ഇടവരരുത്. നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയാണ് ഈ ആരാധനാലയങ്ങൾ വളരെ ആക്റ്റീവായി, വൈബ്രന്റായി, ഇതിങ്ങനെ അടഞ്ഞു കിടക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇത് സത്യത്തിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞ് ഇതുപോലെ ഒരു 100 ആരാധനാലയങ്ങൾ ഇതിന്റെ ഭാഗമായി, ഇതിന്റെ ബ്രാഞ്ചസായി ഉണ്ടാകേണ്ടതായിരുന്നു. അത് സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കാതെ ഇരുന്നത്? ഒരിക്കലും നടത്തിക്കൊണ്ടിരുന്നവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. അവർ കാര്യമായി കാര്യങ്ങളെ കണ്ടില്ല. അവർ ദർശനം സ്വീകരിച്ചില്ല. ആ ദർശനം പങ്കുവച്ചില്ല. യുവതലമുറയെ പരിശീലിപ്പിച്ചില്ല. ഒരു മിഷൻ മനസ്സ് ഉണ്ടാകാതെ ഇരുന്ന നേതൃത്വം ഇതാ സഭയെ കൊന്നുകളാണ്. ഉണ്ടാകരുതേ, നമുക്കത് ഉണ്ടാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ സത്യദൈവത്തെ ആരാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചിലപ്പോഴൊക്കെ മിഷൻ വയലുകളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യൗവനക്കാർ, അവർ നന്നായി പാടുന്നവരാണ്. അവർക്ക് പല കഴിവുകളുണ്ട്. അവരുമായി നമുക്ക് പോകാം. അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവർ ഒരു ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കട്ടെ. അതുകൊണ്ട് അവരുടെ ഗ്രേഡ് കുറയില്ല. അവരുടെ ഭാവിക്കൊന്നും സംഭവിക്കില്ല. അത് കൂടുതൽ മനോഹരമാകുകയും പള്ളികൾ അടഞ്ഞ് അവസാനിക്കരുത്. ശവകുടീരങ്ങളായി മാറരുത്. മറിച്ച് ഒരു വലിയ ചുമതല നമുക്കുള്ളത്, നമ്മൾ സഭകളെ വളർത്തുന്നവരാണ്, അതിനെ പടർത്തുന്നവരാണ്. ആ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാം.